ബീഹാറിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം അക്രമാസക്തം. പട്നയിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസിന്റെ കണ്ണീർവാതക പ്രയോഗം. വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ മറവിൽ അക്രമം അഴിച്ചുവിടാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുവെന്ന് പോലീസ് നിരീക്ഷണം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലും പോലീസ് നടപടിയിലും പ്രതിഷേധിച്ച് ഇന്ന് ബീഹാറിൽ സംസ്ഥാന വ്യാപക ഹർത്താൽ ആചരിക്കുകയാണ്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ബീഹാറിൽ നിലവിൽ എന്താണ് സാഹചര്യം? നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടു, അക്രമാസക്തമായിരുന്നു സ്ഥിതിഗതികൾ. എന്തായാലും പറയൂ, നിലവിലത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. രാഖി, ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിൽ SFI പരക്കെ അക്രമം അഴിച്ചു വിടുകയാണ്. പോലീസിന് നേർക്ക് വലിയ കല്ലുകളും അതേപോലെ തന്നെ ഇരുമ്പ് വടികളും ഒക്കെ തന്നെ വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് മറ്റ് പോംവഴികളില്ലാതെയാണ് പോലീസ് കണ്ണീർ വാതകം ഈ അക്രമികൾക്കെതിരെ പ്രയോഗിച്ചത്. മാത്രമല്ല, വ്യാപകമായി പൊതുമുതൽ നശിപ്പിക്കുകയാണ് ഈ മേഖലയിലാകെ. ഇന്ന് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഹർത്താൽ ആചരിക്കുന്നുണ്ട്. ഈ ഹർത്താലിന്റെ മറവിൽ കൂടി വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുവാനാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ എന്ന പേരിൽ അല്ലെങ്കിൽ ഇത്തരം അക്രമികൾ ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും പോലീസ് ശക്തമായ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതാനും അക്രമികളെ ഇതിനോടകം തന്നെ പിടികൂടിയിട്ടുണ്ട്. നേരത്തെ ഡൽഹിയിൽ ഉപയോഗിച്ച പോലെ തന്നെ ഫേസ് ഡിറ്റക്ഷൻ ക്യാമറകളടക്കമാണ് അവിടെ ബീഹാറിലും പോലീസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്രമികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് ബീഹാർ പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ബീഹാറിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം അക്രമാസക്തമാണ്. പട്നയിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസിന്റെ കണ്ണീർ വാതക പ്രയോഗമുണ്ടായി. വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ മറവിൽ അക്രമം അഴിച്ചുവിടാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുവെന്നാണ് പോലീസിന്റെ നിരീക്ഷണം. അതായത് രാജ്യതലസ്ഥാനത്ത് സമാനമായി ഒരു സംഘർഷ ഭൂമിയാക്കി മാറ്റാനുള്ള ഒരു ശ്രമം ഈ പ്രക്ഷോഭകരുടെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസും പറഞ്ഞു വയ്ക്കുന്നത്. നന്ദഗോപനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.